പശുക്കടത്ത് ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന രാജസ്ഥാൻ സ്വദേശി പെഹ്ലൂഖാന്റെ മക്കൾക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രം പിൻവലിക്കാനൊരുങ്ങി രാജസ്ഥാൻ പോലീസ്. കേസിലെ ചില കാര്യങ്ങളിൽ പുനരന്വേഷണം ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കുറ്റപത്രം പിൻവലിക്കാൻ പോലീസ് കോടതിയിൽ അനുമതി തേടിയത്. 2017 ഏപ്രിൽ 1 പശുക്കടത്ത് ആരോപിച്ച് ഗോസംരക്ഷകർ എന്നവകാശപ്പെടുന്ന ഒരു സംഘം പെഹ്ലൂഖാനെ തല്ലിക്കൊന്നത്. പെഹ്ലൂഖാന്റെ മരണശേഷം പുതിയ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഡിസംബർ 30 കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. രാജസ്ഥാനിൽ BJP സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് തയ്യാറാക്കിയ കുറ്റപത്രം തന്നെയായിരുന്നു പോലീസ് സമർപ്പിച്ചത്. 2019 മെയ് 29 ബെഹ്റോറിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചത്. പെഹ്ലൂഖാന്റെ മക്കളായ ഇർഷാദ്, ആരിഫ് ഖാൻ മുഹമ്മദ്, വാഹന ഉടമ ജഗദീഷ് പ്രസാദ് എന്നിവരുടെ പേരുകളും കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. കന്നുകാലി കശാപ്പും കയറ്റുമതിയും നിരോധിച്ചുകൊണ്ടുള്ള രാജസ്ഥാൻ ബോവിൻ ആനിമൽ ആക്ടിലെ 5, 8, 9 വകുപ്പുകൾ പ്രകാരമായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. പെഹ്ലൂഖാൻ മരണപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെഹ്ലൂഖാന്റെ കുടുംബം തങ്ങളെ കണ്ടിരുന്നു എന്നും കുറ്റപത്രം പിൻവലിച്ച് കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അൽവാർ SP പാരിസ് ദേശ്മുഖ് പറഞ്ഞു. പരാതി പരിശോധിച്ച ശേഷമാണ് കുറ്റപത്രം പിൻവലിക്കാൻ കോടതിയെ സമീപിച്ചത് എന്നും ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പശുക്കളെ അൽവാർ ജില്ലയിലെ തപ്പൂക്കരയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ട്രക്ക് വിറ്റിരുന്നതായി വാഹന ഉടമയും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ മുൻനിർത്തി കേസിൽ പുതിയ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ കുറ്റപത്രത്തിൽ പെഹ്ലൂഖാന്റെ സഹപ്രവർത്തകരായിരുന്ന റഫീഖ്, അസ്മത്ത് എന്നിവർക്കെതിരെയും ട്രക്ക് ഡ്രൈവർ അർജുൻ, വാഹന ഉടമ ജഗദീഷ് പ്രസാദ് എന്നിവർക്കെതിരെയും കേസെടുത്തിരുന്നു. രണ്ടാമത് തയ്യാറാക്കിയ FIR-ലാണ് പെഹ്ലൂഖാന്റെ മക്കളുടെ പേരും ഉൾപ്പെട്ടത്. 2 വ്യത്യസ്ത സംഭവങ്ങളിലായാണ് ഇവർ ആക്രമിക്കപ്പെട്ടത്. കേസിൽ മുൻവിധിയോടെയുള്ള അന്വേഷണമാണ് നടന്നത് എന്നും പുനരന്വേഷണം വേണ്ടിവന്നാൽ അത് നടത്തുമെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.